നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7ലെ വിജയിയും ഫസ്റ്റ് റണ്ണറപ്പറുമായിരുന്നു ആർട്ടിസ്റ്റ് അനുമോളും കോമണറായ അനീഷും. PR-ന്റെ ബലത്തിലാണ് അനുമോൾ വിജയിച്ചതെന്നും യഥാർത്ഥ വിജയി അനീഷാണെന്നും അന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടന്നിരുന്നു. എന്നാൽ അനുമോൾക്ക് അർഹിച്ച അംഗീകാരമാണ് ലഭിച്ചതെന്ന് പറഞ്ഞ് നിരവധി ആരാധകരും അന്ന് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അത് മലയാളികൾ കണ്ടതാണ്. ഷോ കഴിഞ്ഞ് 4 മാസത്തിനിപ്പുറം അനീഷും അനുമോളും തമ്മിൽ സോഷ്യൽ മീഡിയയിൽ പോരടിച്ചിരിക്കുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്നൊരു അവാർഡ് ചടങ്ങിൽ അനീഷും അനുമോളും പങ്കെടുത്തിരുന്നു. അനീഷിനായിരുന്നു പുരസ്കാരം ലഭിച്ചത്. ശേഷം അനീഷ് ഫേസ്ബുക്കിലിട്ട പോസ്റ്റിലെ വരികൾ വിമർശനങ്ങൾക്ക് കാരണമായി. ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിരുന്ന അനുമോളാണ് പുരസ്കാരം നൽകിയത് എന്നായിരുന്നു ആ വാചകം. അനീഷിന് ഇപ്പോഴും അനുമോൾ വിജയിയായെന്ന് വിശ്വസിക്കാൻ ആയിട്ടില്ലെന്നും താനാണ് വിജയി എന്ന് പറഞ്ഞ് നടക്കുകയുമായിരുന്നു അനീഷ് ഇത്രയും നാളും ചെയ്തിരുന്നത്. ഇതാണ് ഇപ്പോൾ വിമർശനത്തിന് വഴിവെച്ചിരിക്കുന്നത്. അനീഷ് അനുമോൾക്കെതിരെ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ഇങ്ങനെ: പുരസ്കാരങ്ങൾ കിട്ടുക എന്നത് തീർച്ചയായും സന്തോഷം തരുന്ന ഒന്നാണ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഡിജിറ്റൽ മീഡിയ സ്റ്റാർ ഓഫ് ദി ഇയർ 2026 എന്ന അവാർഡ് എനിക്ക് കിട്ടുമ്പോൾ അംഗീകരിക്കപ്പെട്ടതിൻ്റെ നിർവൃതി തീർച്ചയായുമുണ്ട്. ഒരുപാട് സിനിമകളുടെ ഭാഗമായ അഭിനേത്രിയും പ്രിയങ്കരിയുമായ ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിരുന്ന അനുമോളാണ് ഈ പുരസ്കാരം നൽകിയത്. മുതിർന്ന സിനിമാ താരങ്ങളും സോഷ്യൽ മീഡിയയിൽ മിന്നിത്തിളങ്ങുന്ന താരങ്ങളും തന്ന പരിഗണനയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം അനീഷേട്ടൻ. വിമർശനങ്ങൾക്ക് പിന്നാലെ അനുമോൾ പ്രതികരണവുമായി രംഗത്തെത്തി. തുടരെയുള്ള ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു അനുമോളുടെ മറുപടി. പേരെടുത്ത് പറയാതെയാണ് അനുമോളുടെ പ്രതികരണം. അനുമോളുടെ വാക്കുകൾ ഇങ്ങനെ: വിജയിച്ചവർ ജീവിതത്തിൽ മുന്നോട്ടു പോകും. ജയിക്കാൻ പറ്റാത്തവർ പഴയ കഥകൾ പറഞ്ഞ് പിടിച്ചു നിൽക്കും. ഒരാളുടെ മൂല്യം കുറിച്ച് എഴുതാം, പക്ഷേ ആളുകളുടെ സ്നേഹം കുറിച്ച് എഴുതാൻ ആർക്കായാലും കഴിയില്ല. നമ്മളെ ചെറുതാക്കി കാണിക്കാൻ ചിലർ ശ്രമിക്കും, പക്ഷേ സത്യമായ കഴിവ് ഒരാളുടെ വാക്കുകളിലല്ല, ആളുകളുടെ മനസ്സിലാണ് തെളിയുന്നത്. എന്നെ ചെറുതാക്കി എഴുതാം, പക്ഷേ 16 ലക്ഷം വോട്ടുകൾ ചെറുതാക്കാൻ ആർക്കായാലും കഴിയില്ല. വിജയം ആരുടെയും കൃപയല്ല, അത് ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ്. അതിന് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. എനിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടി. ട്രോഫി, കാർ, പ്രൈസ് മണി, അതിലും വലിയത് ജനങ്ങളുടെ സ്നേഹം. ഞാൻ എൻ്റെ യാത്രയിൽ മുന്നോട്ട് പോകുന്നു. ചിലർ ഇപ്പോഴും പഴയ മത്സരത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നു. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് 4 മാസമായി. ഞാൻ മുന്നോട്ട് പോയി. ചിലർ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. PR കൊണ്ടല്ല, 16 ലക്ഷം ആളുകളുടെ സ്നേഹം എന്നെ വിന്നറാക്കിയത്. പോയി പണി നോക്കടാ മണ്ട എന്നും അനുമോൾ അനീഷിനെ വിമർശിക്കുകയുണ്ടായി. എന്നാൽ ഇതിനു മറുപടിയായി അനീഷ് വീണ്ടും രംഗത്തെത്തി. ആർക്കോ നന്നായി പൊള്ളുന്നുണ്ടല്ലോ. അയ്യോ, വിയർത്ത് മേക്കപ്പ് ഒലിച്ചിറങ്ങിയാൽ ചിലർ എല്ലാ മാസവും വീതം വെച്ച് കൊടുക്കുന്നതല്ലേ. ആ റോബോട്ടിക് PR-കളും പെയ്ഡ് PR-കളും രക്ഷയ്ക്കെത്തട്ടെ എന്നായിരുന്നു അനീഷിൻ്റെ പ്രതികരണം. എന്തായാലും ബിഗ് ബോസ് താരങ്ങളുടെ പോര് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഇരുവരുടെയും പോസ്റ്റ് പരസ്പരം പോരിനാണ് എന്നും BB പ്രേക്ഷകർ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി.